സോ ഹലോ ആസ്പിരൻസ് വെൽക്കം ബാക്ക് ടു സൂപ്പർവൈസ്. ഇത് നമ്മുടെ ഏജസിലെ പാർട്ട് 2 ക്ലാസ് ആണ്. ഓൾറെഡി നമ്മൾ പാർട്ട് 1 ക്ലാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്ന സിംഗിൾ റേഷ്യോ പ്രോബ്ലംസ് നോക്കിയിരുന്നു, അതുപോലെ തന്നെ ഡബിൾ റേഷ്യോ പ്രോബ്ലംസ് നോക്കിയിട്ടുണ്ടായിരുന്നു. 3 നമ്മൾ മിസ്ലീനിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇന്നും ഞാൻ എടുത്തിരിക്കുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 10 ക്വസ്റ്റ്യൻസ് കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഏജസ് എന്ന് പറയുന്ന ഒരു എൻറ്റയർ ടോപ്പിക് നമ്മൾ കവർ ചെയ്യും, റൈറ്റ്? അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനോട്ട് പോവാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് പ്രസന്റ് ഏജസ് ഓഫ് 3 പേഴ്സൺ ഇസ് 72 ഇയേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് പ്രസന്റിൽ മൂന്ന് പേരുടെ സം എന്താണെന്ന് പറയുന്നുണ്ട് അല്ലേ? 72 ആണെന്ന് പറയുന്നുണ്ട്. ഇനി പറഞ്ഞിട്ടുണ്ട് 7 ഇയേഴ്സ് എഗോ ദർ ഏജസ് വെയർ ഇൻ ദ റേഷ്യോ 4:6:7 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താണ് വരുന്നത്? 4:6:7 ആണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, പ്രസന്റിൽ ഇവരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 72 ആണ് അല്ലെ? പ്രസന്റിൽ 3 പേരുടെയും ടോട്ടൽ വയസ്സ് എന്ന് പറയുന്നത് 72 ആണ്. ഇനി 7 വർഷത്തിന് മുൻപെന്ന് പറയുമ്പോഴോ ഓരോരുത്തർക്കും 7 വയസ്സ് കുറവായിരിക്കും. അങ്ങനെ എത്ര കുറവായിരിക്കും ആലോചിച്ച് നോക്കിക്കേ? 21 കുറവായിരിക്കും അല്ലേ? കാരണം എന്താണ്? ഓരോരുത്തർക്കും 7 വയസ്സ് വീതം കുറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 21 കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ 21 കുറവായി എത്രയായിരിക്കും അവരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് അല്ലേ? 51 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് അവരുടെ ടോട്ടൽ ഏജ് അറിയാം, 51 ആണെന്ന് അറിയാം. ഇനി 7 വർഷത്തിന് മുമ്പ് അവരുടെ ഏജിന്റെ റേഷ്യോസ് എന്തായിരുന്നു? 4:6:7, അതായത് 17 ആയിരുന്നു അല്ലേ? 17 ആയിരുന്നു. അപ്പം നമുക്കറിയാം ഈ 17 യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് 51 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 51/17 ചെയ്താൽ മതി. എത്രയായിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക്? നിങ്ങൾക്ക് 3 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി 3 എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആണ് 3. അങ്ങനെയാണെങ്കിൽ 4 യൂണിറ്റ് എത്രയായിരിക്കും? അതായത് ഈ 4:6:7 ചെയ്യുവാണെങ്കിൽ എത്രയായിരിക്കും വരുന്നത്? 4 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 4 3s are 12 വരും അല്ലേ? ഇവിടെ 6 3s are 18 വരും. ഇവിടെ എന്ത് വരും? 7 3s are 21 വരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ ഏജ് എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് 7 വർഷത്തിന് മുമ്പുള്ള ഏജ് ആണ് അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അവരുടെ പ്രസന്റ് ഏജസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രസന്റ് ഏജ് നോക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 7 വർഷം കൂടെ ആഡ് ചെയ്യണം. കാരണം നമ്മൾ 7 വർഷം പുറകോട്ടാണ് പോയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റ് നോക്കാനായിട്ട് 7 വർഷം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇത് 19 ആവും അല്ലേ? അടുത്തത് എന്തായിരിക്കും വരുന്നത്? 25 ആയിരിക്കും. നിങ്ങൾ ഇത്ര തന്നെ ചെയ്യും. ഇവിടെ 19 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഓപ്ഷൻ സി മാത്രമേ നമുക്ക് എന്തുള്ളൂ? 19 അല്ലേ? തുടക്കത്തിൽ 19 എന്ന് പറയുന്ന ഒരു വാല്യൂ വരുന്നുള്ളൂ. ഡെഫിനറ്റ്ലി ഓപ്ഷൻ സി ആയിരിക്കും. മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൂടുതൽ ഫർദർ ആയിട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യനും നന്നായിട്ട് വായിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ക്രോസ് ചെക്ക് ചെയ്യണം. എന്തുകൊണ്ട് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫസ്റ്റ് വാല്യൂ കിട്ടുവാണെങ്കിൽ ആ വാല്യൂ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. വെറുതെ നമ്മൾ എന്ത് ചെയ്യേണ്ട? സമയം കളയണ്ട ബാക്കി പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് വായിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻസ് എന്ത് ചെയ്യണം? നന്നായിട്ട് നോക്കണം. ഓപ്ഷൻസ് എല്ലാം ഒരുപോലെയാണോ അതോ ഡിഫറെൻറ്റ് വാല്യൂസ് ഒക്കെ ആണോ തന്നിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തിൽ 20 ഉണ്ട്, 22 ഉണ്ട്, 19 ഉണ്ട്, 17 ഉണ്ട് അല്ലേ? ആദ്യത്തെ വാല്യൂസ് എല്ലാം ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യത്തെ ഒരു വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്കത് പെട്ടെന്ന് മാർക്ക് ചെയ്തിട്ട് പോവാം, റൈറ്റ്? ഇത് ക്ലിയർ ആയല്ലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് എന്താണ്? എ ഈസ് 3 times as old as ബി. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചേ, അല്ലെങ്കിൽ സെക്കൻഡ് സെന്റൻസ് വായിച്ചേ. എന്താണ്? സി വാസ് ട്വൈസ് ആസ് ഓൾഡ് as എ 4 years ago. ഓക്കെ, ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് സെന്റൻസ് ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ് ആക്കുന്നുണ്ട് നമ്മളെ. ഇനി തേർഡ് സെന്റൻസ് എന്താണ്? ഇൻ 4 years ടൈം എ വിൽ ബി 31. സോ വാട്ട് ആർ ദ പ്രസന്റ് ഏജസ് ഓഫ് ബി ആൻഡ് സി എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നോക്കല്ലേ, ഫസ്റ്റ് സെന്റൻസ് നമുക്ക് എളുപ്പമായിരുന്നു.
സെക്കൻഡ് സെന്റൻസ് നമ്മൾ ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ് ആക്കി. പക്ഷെ തേർഡ് സെന്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ 4 years ടൈം എ വിൽ ബി 31. അതായത് ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എയുടെ ഏജ് എന്താണെന്ന് പറയുന്നു. അതായത് 4 വർഷം കഴിയുമ്പോൾ, അല്ലെ, 4 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 4 years എയുടെ ഏജ് എന്തായിരിക്കും എന്ന് പറഞ്ഞു? എയുടെ ഏജ് 31 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എയുടെ പ്രസന്റ് ഏജ് എന്താണ്? ആലോചിച്ച് നോക്ക്. യെസ്, 27 അല്ലേ? കാരണം ഭയങ്കര സിമ്പിളായിട്ട് തേർഡ് സെന്റൻസ് പറഞ്ഞിരിക്കുകയാണ്. 4 വർഷം ആഫ്റ്റർ 4 years എന്താണ് എയുടെ ഏജ് എന്ന് പറയുന്നത് 31 ആയിരിക്കും എന്നുള്ളത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എയുടെ പ്രസന്റ് ഏജ് അറിയാം, 27 ആണെന്നറിയാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് എഴുതി നോക്കാൻ നിന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ചിലപ്പോൾ ഒരു പക്ഷെ നമുക്കിത് കൺഫ്യൂസ് ആയേനെ. കാരണം എയുടെ ഏജ് സിമ്പിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ഇനി ഫസ്റ്റ് സെന്റൻസ് വീണ്ടും ഒന്ന് വായിച്ച് നോക്കിക്കേ. എ ഈസ് 3 times as old as ബി. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് എയുടെ ഏജ് ഇപ്പം നമുക്കറിയാം, എന്താണെന്നറിയാം, 27 ആണെന്ന് നമുക്ക് ഇവിടെ അറിയാം. ഈ 27 ബിനേക്കാൾ 3 മടങ്ങ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? 3 മടങ്ങാണെന്ന്. അപ്പോൾ ഏതിൻ്റെ 3 times ആയിരിക്കും ഈ 27 എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കിക്കേ. യെസ്, 9ൻ്റെ അല്ലേ? അതായത് 9ൻ്റെ 3 മടങ്ങല്ലേ 27 എന്ന് പറയുന്നത്, റൈറ്റ്? ഇത് നിങ്ങൾക്ക് എന്തായി? ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആരുടെയൊക്കെ ഏജസ് ഇപ്പം കിട്ടിയിട്ടുണ്ടാവും? അതായത് നമുക്ക് എയുടെ അറിയാം, എയുടെ എന്താണ് 27 ആണെന്നറിയാം, അല്ലേ? ബിയുടെ എന്താണെന്നറിയാം, 9 ആണെന്നറിയാം. കാരണം ബിയുടെ 3 മടങ്ങാണ് എ. അപ്പം ബിയുടെ 3 മടങ്ങ് എന്ന് പറയുമ്പം എക്ക് 27 ആണെങ്കിൽ ബിക്ക് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി 9 ആയിരിക്കും. ഇനി അടുത്ത സെക്കൻഡ് സെന്റൻസ് വായിച്ചേ. സി വാസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് എ 4 years ago. അതായത് ഇവിടെ എന്താ പറയുന്നത്? എയുടെ ഇപ്പോഴത്തെ ഏജ് നമുക്കറിയാം, 27 ആണെന്നറിയാം, അല്ലേ? അപ്പോൾ 4 വർഷത്തിന് മുമ്പ് 4 years ago എന്തായിരിക്കും? 4 years ago ഡെഫിനറ്റ്ലി ഇതെന്ന് പറയുന്നത് 23 ആയിരിക്കും, അല്ലേ? ഇതിൻ്റെ ഇരട്ടിയാണ്, അല്ലെങ്കിൽ ട്വൈസ് ആണ് ആരെന്ന് പറയുന്നത്? സി എന്ന് പറയുന്നത്. അപ്പോൾ സിയുടെ വയസ്സ് എന്തായിരിക്കും? സി വിൽ ബി 46 ആയിരിക്കും. കാരണം 4 വർഷത്തിന് മുമ്പ് എക്ക് 23 ആയിരുന്നു. എയുടെ ഇരട്ടി വയസ്സാണ് ആർക്കെന്ന് പറയുന്നത്? സിക്ക് എന്ന് പറയുന്നത്. അപ്പം സിക്ക് എന്തായിരിക്കും? 46 വയസ്സായിരിക്കും. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? സിയുടെ വയസ്സ് കിട്ടി 46, റൈറ്റ്? ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ പ്രസന്റ് ഏജസ് ഓഫ് ബി ആൻഡ് സി. ബിയുടെയും സിയുടെയും പ്രസന്റ് ഏജ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? പ്രസന്റ് ഏജ് ഓഫ് എന്താണ്? ബി ആൻഡ് സി. ഇപ്പം നമുക്ക് ബിയുടെ പെർസെൻറ്റേജ് അറിയാം, എന്താണ്? ബിയുടെ എന്ന് പറയുന്നത് 9 ആണ്. സിയുടെ എന്താണ്? സിയുടെ 46 ആണ്. 46 ആണോ? കാരണം ഈ 46 എന്ന് പറയുന്നത് എന്താണ്? 4 വർഷത്തിന് മുമ്പുള്ളതാണ്. പെർസെൻറ്റേജ് അപ്പം എന്തായിരിക്കും? പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 46 + 4, അതായത് 50 ആയിരിക്കും. അപ്പം നിങ്ങൾ ചാടിക്കയറി എന്ത് ചെയ്യരുത്? 46 എടുത്ത് എഴുതരുത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്, അല്ലേ? 50 + 9 എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബിയുടെയും സിയുടെയാണ്. സോറി, ഞാൻ എഴുതിയിരിക്കുന്നത് മാറിപ്പോയി കേട്ടോ. അപ്പോൾ ബി എന്ന് പറയുന്നത് 9ഉം സി എന്ന് പറയുന്നത് എന്താണ്? സിയുടെ ഏജ് എന്ന് പറയുന്നത് 50 ആണ്. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? പിന്നെ ഒരു കാര്യം കൂടി, എപ്പോഴും തന്നിരിക്കുന്ന അതേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓർഡർ എന്താണോ അതേ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യണം? നിങ്ങളും എഴുതാനായിട്ട് ശ്രമിക്കണം. കാരണം കുറച്ച് മുന്നേ ഞാൻ എഴുതിയപ്പം ഓർഡർ ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതേ ചോദിച്ചിരിക്കുന്ന എന്താണോ ഓർഡർ, അതേ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യണം? നിങ്ങളും എഴുതാനായിട്ട് ശ്രമിക്കണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാവോ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ 4 years ദ റേഷ്യോ ഓഫ് ഏജ് ഓഫ് എ ആൻഡ് ബി ഈസ് 7:6. ഓക്കെ. സെക്കൻഡ് സെന്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പെർസെൻറ്റേജ് ഓഫ് സി ഈസ് ത്രൈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഡി. ഓക്കെ. അടുത്ത മൂന്നാമത്തെ സെന്റൻസ് ദ ഏജ് ഓഫ് സി ഈസ് 6 years യങ്ങർ ദാൻ ദി ഏജ് ഓഫ് എ. അതായത് നമ്മൾ ഇതുവരെ നമ്മൾ ആരുടെ ഏജ് നമുക്കൊരു ക്ലിയർ ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പറയുന്നില്ല. ഇനി നമുക്ക് നെക്സ്റ്റും കൂടെ വായിച്ചു നോക്കാം. അടുത്ത എന്താ പറയുന്നത്? ഇഫ് ദ ഏജ് ഓഫ് ഡി ആഫ്റ്റർ 11 years ഈസ് 17 years. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ആഫ്റ്റർ 11 years ഡിയുടെ ഏജ് എന്താണ്? ഡിയുടെ ഏജ് എന്ന് പറയുന്നത് 17 ആകുമെന്ന് പറയുന്നുണ്ടല്ലേ, 17 ആകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡിയുടെ ഏജ് എന്തായിരിക്കും? അറ്റ് പ്രസന്റ് ഡിയുടെ ഏജ് എന്തായിരിക്കും? 17 - 11 നമുക്ക് എന്തെന്ന് പറയാം? 6 ആണെന്ന് പറയാം, അല്ലേ? ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രസന്റിലെ ഏജ് ആണ്. അതായത് നമുക്ക് ആദ്യത്തെ 1, 2, 3 സെന്റൻസിലൊന്നും നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ക്ലിയർ പിക്ചർ കിട്ടിയത് എവിടെയായിരുന്നു?
നമുക്ക് ലാസ്റ്റത്തെ സെൻറ്റൻസ് വായിച്ചപ്പോഴാണ്. അപ്പം നിങ്ങൾ ഇത് ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതായത് നമുക്ക് ഇത്തരം വലിയ ലോങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തെ സെൻറ്റൻസിലൊന്നും ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ അവസാനത്തിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഒരു പിക്ചർ കിട്ടുന്നത്. ഇത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, റൈറ്റ്? തുടക്കത്തിലായിരിക്കും നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. പക്ഷേ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ആദ്യം തുടക്കത്തിലൊന്നും ആയിരിക്കില്ല കിട്ടാൻ പോകുന്നത്, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ഡിയുടെ പെർസെൻറ്റേജ് കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിയുടെ ഷുവർ ഷോട്ടായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്താണ്? ഡിയുടെ വയസ്സ് എന്ന് പറയുന്നത് പെർസെൻറ്റേജിൽ അവർക്ക് 6 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തൊക്കെയാണോ ചോദിച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത്? അതായത് ഈ സെൻറ്റൻസിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ദ പെർസെൻറ്റേജ് ഓഫ് സി ഈസ് ത്രൈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഡി, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അതായത് ഡിക്ക് 6 വയസ്സാണെന്നുണ്ടെങ്കിൽ സിക്ക് എന്തായിരിക്കും? അതായത് എന്താ പറയുന്നത്? പെർസെൻറ്റേജ് ഓഫ് സി ഈസ് ത്രൈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഡി. ഡിയേക്കാൾ 3 മടങ്ങ് കൂടുതലാണ്. അപ്പോൾ എത്രയായിരിക്കും വരുന്നത് സിയുടെ വയസ്സ് എന്ന് പറയുന്നത്? അതായത് ഡിക്ക് 6 ആണെന്നുണ്ടെങ്കിൽ സിക്ക് എന്തായിരിക്കും? 18 വയസ്സായിരിക്കും, അല്ലേ? അപ്പോൾ ഇത് ക്ലിയർ ആയി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇവിടെ നമുക്ക് ഡിയുടെ പെർസെൻറ്റേജ് കിട്ടി, അതുപോലെ തന്നെ സിയുടെ പെർസെൻറ്റേജ് കിട്ടി. ഇപ്പം നമുക്ക് സിയുടെ ഏജ് അറിയാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ സി റിലേറ്റഡ് എന്തൊക്കെയാണോ വരുന്നത് അതൊക്കെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? പിന്നെ ഇവിടെ സി റിലേറ്റഡ് എന്തൊക്കെയാണ് വരുന്നത്? ദ ഏജ് ഓഫ് സി ഈസ് 6 years യങ്ങർ ദാൻ ദി ഏജ് ഓഫ് എ എന്ന് പറയുന്നുണ്ടല്ലേ? ദ ഏജ് ഓഫ് സി ഈസ് 6 years യങ്ങർ ദാൻ ദി ഏജ് ഓഫ് എ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് അത് എങ്ങനെ ഇരിക്കുക കോൺസെപ്റ്റ് വരുന്നത്? അതായത് സി ആണെന്നുണ്ടെങ്കിൽ എനേക്കാൾ സി എത്ര വയസ്സ് കുറവാണ്? 6 വയസ്സ് കുറവാണ്, അല്ലേ? 6 വയസ്സ് കുറവാണ്. അപ്പം സിക്ക് എത്ര വയസ്സാണ്? സിക്ക് 18 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ എക്ക് എത്ര വയസ്സായിരിക്കും? 24 ആയിരിക്കും, അല്ലേ? അപ്പം ഇതാണ് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇപ്പോൾ എയുടെ വയസ്സും കൂടെ കിട്ടി. അപ്പം എയുടെ പെർസെൻറ്റേജ് എന്താണ്? 24 ആണ്, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചു നോക്കാം. ആഫ്റ്റർ 4 years ദ റേഷ്യോ ഓഫ് ഏജ് ഓഫ് എ ആൻഡ് ബി ഈസ് 7:6 ആണെന്ന് പറയുന്നുണ്ട്. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? എയുടെ പെർസെൻറ്റേജ് നമുക്കറിയാം എത്രയാണ്? 24 ആണെന്നറിയാം, അല്ലേ? അപ്പോൾ ആഫ്റ്റർ 4 years എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്, അല്ലേ? ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ 4 years ആകുമ്പോൾ +4 വരും, റൈറ്റ്? അപ്പോൾ ഇതിൽ എയുടെയും ബിയുടെയും ഏജിൻ്റെ റേഷ്യോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 7:6 ആണെന്ന് പറയുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ഇതിൽ നമുക്കറിയാം എയുടെ പെർസെൻറ്റേജ് നമുക്കറിയാം 24 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ 4 years ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരുന്നത്? 28 ആയിരിക്കും വരുന്നത്, റൈറ്റ്? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി ഈ 7ൻ്റെ കൂടെ ഏത് മൾട്ടിപ്പിൾ ചെയ്താലാണ് നമുക്ക് 28 വരുന്നത്? കാരണം എയുടെ പെർസെൻറ്റേജ് നമുക്കറിയാം 24 ആണ്. ആഫ്റ്റർ 4 years ആകുമ്പോൾ അത് 28 ആവും. അത് നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ 7ൻ്റെ കൂടെ ഏത് മൾട്ടിപ്പിൾ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 28 കിട്ടുന്നത്? 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലല്ലേ നമുക്ക് 28 കിട്ടുന്നത്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, അല്ലേ? ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് 28 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയിലും എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 6 4s ആർ എന്ത് വരും? 24 വരും, റൈറ്റ്? അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ബിയുടെ പെർസെൻറ്റേജ് അറിയാം. പെർസെൻറ്റേജ് എന്താണ്? 24 ആണ്. 24 ആണോ? അല്ല. കാരണം എന്താണ്? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ബിയുടെ ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയുടെ ഏജ് എന്ന് പറയുന്നത് ആഫ്റ്റർ 4 years ആണ്, 4 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ബിയുടെ പെർസെൻറ്റേജ് എന്തായിരിക്കും? ബിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 24 - 4 ആണ്. അപ്പം എന്ത് കിട്ടും നമുക്ക്? 20 എന്ന് പറഞ്ഞു വരും, അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിക്കും എന്താണ്? ഫൈൻഡ് ദ ഏജ് ഓഫ് ബി 5 years ago. 5 വർഷത്തിന് മുമ്പ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 5 വർഷത്തിന് മുമ്പ് പറയുമ്പം പ്രസന്റിൽ ബിയുടെ ഏജ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 5 വർഷത്തിന് മുൻപ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും വരുന്നത്? സോറി, 5 വർഷത്തിന് മുമ്പ് എന്ന് പറയുമ്പം 20 മൈനസ് 5 വരും. അതായത് 15 ഇയേഴ്സ് വരും. ഇത് ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും. റൈറ്റ്? ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് പ്രസന്റ് എ ഈസ് ത്രൈസ് ആസ് ഓൾഡ് ആസ് ബി. ഓക്കെ. ഇനി അടുത്ത സെന്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? സി ഈസ് 5 ഇയേഴ്സ് എൽഡർ ദാൻ ബി. ദ സം ഓഫ് ദി ഏജസ് ഓഫ് എ ബി സി ഈസ് 75 ഇയേഴ്സ്. ദ റേഷ്യോ ഓഫ് ദി ഏജസ് ഓഫ് ബി 5 ഇയേഴ്സ് എഗോ ടു ദി ഏജ് ഓഫ് എ 3 ഇയേഴ്സ് ഫ്രം നൗ. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? അതായത് സം ഓഫ് ദി ഏജസ് ഓഫ് എ ബി സി 75 ആണെന്ന് പറയുന്നുണ്ട്. അതായത് എ പ്ലസ് ബി പ്ലസ് സി എന്താണ്? 75 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്? ഇത് മാത്രമാണ് നമുക്ക് ആദ്യത്തെ കാര്യത്തിൽ നമുക്ക് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. റൈറ്റ്? ഇനി അടുത്തൊരു പാർട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് പ്രസന്റ് എ ഈസ് ത്രൈസ് ആസ് ഓൾഡ് ആസ് ബി. അതായത് ഇപ്പോൾ ഇത് ബി ആണെന്ന് വിചാരിച്ചോളൂ. ഇത് ബി ആണെങ്കിൽ ബിയേക്കാൾ എ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉദാഹരണം പറയുകയാണ്. ഇപ്പം എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3B ആയിക്കൂടെ? അതായത് ബിയേക്കാൾ 3 മടങ്ങാണ്. അപ്പം 3B ആണെന്ന് പറയുന്നത് എന്താണ്? ഒരു എ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബിയുടെ വയസ്സ് ഇപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ എയുടെ വയസ്സ് എന്തായിരിക്കും? ബിയേക്കാൾ 3 മടങ്ങ് കൂടുതലാണ്. ഇത് ക്ലിയർ ആയാലോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി അടുത്ത എന്താണ്? സി ഈസ് 5 ഇയേഴ്സ് എൽഡർ ദാൻ ബി. അതായത് എന്താണോ ബി, ബിയേക്കാൾ 5 വയസ്സ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി പ്ലസ് 5 എന്ന് പറഞ്ഞൂടെ? ഇതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാം? 75 എന്ന് പറയുന്നതും. അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയെന്നുള്ളത്? കാരണം ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം ബി റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്, അല്ലേ? ബിയെ വെച്ച് എനെ കമ്പയർ ചെയ്യുന്നു, എഗെയിൻ ബിയെ വെച്ചിട്ട് സീനെ കമ്പയർ ചെയ്യുന്നു, അല്ലേ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഇവരുടെ 3 പേരുടെയും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ടോട്ടൽ ഏജ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? എല്ലാം ബി സെൻറ്റർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ബിയെ ഫോക്കസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ എല്ലാം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ബി വെച്ച് തന്നെ കണക്ട് ചെയ്തു. റൈറ്റ്? ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? അപ്പം നോക്കുന്ന സമയത്ത് ഇവിടെ മൊത്തം എത്ര ബി ഉണ്ട്? അല്ലേ? 3B പ്ലസ് ബി പ്ലസ് ബി, അതായത് മൊത്തം 5B ഉണ്ട്, അല്ലേ? ഈ 5B പ്ലസ് 5 അല്ലേ എന്തെന്ന് പറയുന്നത്? 75 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5B എന്തായിരിക്കും? 70 വരും. അപ്പം ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 70/5 ചെയ്യും. അപ്പം നിങ്ങൾക്ക് അടുത്തൊരു കാര്യം, ഈ 70/5 ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങൾ ഇനി പോയിരുന്ന് ഡിവിഷൻ മെത്തേഡ് ഒന്നും നോക്കണ്ട. അതിന് പകരം ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട്, ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സ് പഠിപ്പിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ 5നെ നമുക്ക് എങ്ങനെ കാണാം? 10/2 ആയിട്ട് കാണാം. അപ്പോൾ 10/2 ആയിട്ട് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നിരിക്കുന്ന നമ്പർ എന്താണോ, തന്നിരിക്കുന്ന നമ്പർ ഇവിടെ നമുക്ക് 17നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്, അല്ലേ? 5 കൊണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 17നെ നമ്മൾ അതിൻ്റെ ഡബിൾ എടുക്കുക. ഡബിൾ എടുക്കുക എന്ന് പറഞ്ഞാൽ 70 അത് എന്തായിട്ട് മാറും? 140 ആയിട്ട് മാറും. ഇനി എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. അപ്പം നമുക്ക് എന്തായിരിക്കും? ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും ഇത് 14 ആണെന്ന്. അതായത് നിങ്ങൾക്ക് പെന്നും പേപ്പറും എടുക്കാണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇവിടെ 70/5 ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഏത് നമ്പറിനെയാണോ നിങ്ങൾക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഇരട്ടി എടുക്കുക. അതായത് നിങ്ങൾ 5നെ നിങ്ങൾ കാണേണ്ടത് 10/2 ആയിട്ടാണ് കാണേണ്ടത്, അല്ലേ? 5 എന്ന് പറയുന്ന ഒരു നമ്പറിനെ കാണേണ്ടത് 10/2. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഇരട്ടി എടുക്കും, ഡബിൾ എടുക്കും. ഇപ്പോൾ ലെറ്റ്സ് ഇപ്പം 70 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഡബിൾ എടുത്തു 140 ആക്കി. ഡിവൈഡഡ് ബൈ 10, 140 ആകുമ്പോൾ 0 പോവും, 14 ആവും. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പോൾ നമുക്കിവിടെ ബിയുടെ വാല്യൂ കിട്ടി എന്താണെന്ന്? ഇവിടെ നമുക്ക് 14 ആണെന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? റേഷ്യോ ഓഫ് ദി ഏജ് ഓഫ് ബി 5 ഇയേഴ്സ് എഗോ ടു ദ ഏജ് ഓഫ് എ 3 ഇയേഴ്സ് ഫ്രം നൗ. അതായത് ഇവിടെ നമ്മളടുത്ത് പറയുന്നതാണ് ഇപ്പോൾ എത്രയാണ് ബിയുടെ ഏജ് എന്ന് പറയുന്നത്? 14 ആണ്, അല്ലേ? 14 ആണ്. അപ്പോൾ 5 വർഷത്തിന് മുമ്പ് 5 ഇയേഴ്സ് എഗോ പറയുമ്പോഴത്തേക്കും ബിയുടെ ഏജ് എന്തായിരിക്കും വരുന്നത്? ബിയുടെ ഏജ് എന്ന് പറയുന്നത് 9 ആയിരിക്കും. കാരണം എന്തായിരിക്കും? 14ൽ നിന്ന് 5 കുറഞ്ഞാൽ 9 ആയിരിക്കും. ഇനി അടുത്ത എന്താ പറഞ്ഞിരുന്നത്? അല്ലേ? ബി 5 ഇയേഴ്സ് എഗോ ടു ദി ഏജ് ഓഫ് എ 3 ഇയേഴ്സ് ഫ്രം നൗ.
അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം എ എന്ന് പറയുന്നത് 3b ആണ് അല്ലേ? എ എന്ന് പറയുന്നത് 3b ആണ്. അപ്പം ബിയുടെ പെർസെൻറ്റേജ് എന്താണ്? ബിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ 14 ഇൻറ്റു 3 ചെയ്താൽ പോരെ? അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 14 ഇൻറ്റു 3 14 ഇൻറ്റു 3 ഇൻറ്റു 10 30 വരും. 4 3s are 12. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 42 എന്ന് പറഞ്ഞു വരും അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്ക്, ഈ 42 എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്, പെർസെൻറ്റേജ്. നിങ്ങൾ ചാടിക്കയറി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടെ നമ്മൾ നോക്കി നടക്കുമല്ലേ, ബിക്ക് ഇവിടെ 9ഉം എക്ക് ഇവിടെ നിങ്ങൾ 42 എന്നും പറഞ്ഞ് മാർക്ക് ചെയ്തിട്ട് പോകരുത്. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? പ്രസൻ്റ് ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഫ്രം 3 years നൗ അല്ലേ? ആഫ്റ്റർ 3 years ആണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും റേഷ്യോ വരുന്നത്? എന്തായിരിക്കും വരുന്നത്? ഈ 42 എന്ന് പറയുന്നത് അല്ലേ പ്ലസ് 3യും കൂടെ ചേർത്ത് 45 ആവും. അതായത് 9:45 ആവും. ഈ 9:45 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് 1:5 എന്ന് പറഞ്ഞൂടെ? അപ്പം എന്തായിരിക്കും? ഓപ്ഷൻ ഡി. ഇപ്പം പറഞ്ഞതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സും കൂടി അല്ലെങ്കിൽ ഡിവിഷൻ ഷോർട്ട് കട്ട്സും കൂടി ഒന്ന് പഠിച്ചു വെക്കണം നിങ്ങൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പോൾ എഗെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 5ൽ നമ്മളിവിടെ എന്താ നോക്കുന്നത്? ഒന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇവിടെ നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 7 years ago അല്ലെ, 7 വർഷത്തിന് മുൻപ് പ്രാച്ചി വാസ് 4 times as old as her daughter was at that time. ഓക്കെ, ഇനി 4 years from now പ്രാച്ചി will be 2.5 times as old as her daughter would then be. Find the sum of the present ages in years of പ്രാച്ചി and her daughter. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അതായത് ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് സ്വയം ചെയ്ത് നോക്കാവോ? അതായത് നമ്മൾ പാർട്ട് 1ൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ട് 2ൽ നമ്മൾ ഇതുവരെ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ 4 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം വെച്ച് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാവോ? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ട്രിക്കിന് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്? ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിനൊന്ന് ചെയ്യണേ. അതിനുശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? നിങ്ങൾ എൻ്റെ ഈ എക്സ്പ്ലനേഷൻ കാണാവൂ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയാലോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വയം ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 2.5 ആണ്, 2.5 ടൈംസ് ആണ്. കാരണം ബേസിക്സ് നല്ല സ്ട്രോങ് ആണെങ്കിൽ എത്ര ടഫ് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നെടുത്ത് എഴുതി നോക്കാം അല്ലേ? ഇവിടെ 2 പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയുണ്ട്? പ്രാച്ചിയുണ്ട്, പുള്ളിക്കാരിയുടെ ഡോട്ടറും ഉണ്ട്. റൈറ്റ്? ഇപ്പോൾ 2 പേരുണ്ടെന്ന് അറിയാം. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻ 7 years അല്ലെ, 7 വർഷത്തിന് മുമ്പ് ഇവരുടെ ഏജ് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? പ്രാച്ചി വാസ് 4 times as old as her daughter. നമുക്കറിയാം, ഇങ്ങനെ സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അത് റേഷ്യോ ഫോമിലാണ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 4:1 എന്നുള്ള രീതിയിലാണ് അല്ലേ? ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രാച്ചി വിൽ ബി 2.5 times as old as her daughter would then be. അപ്പം ഞാൻ ഓക്കെ, ഇത് എപ്പോഴാണ്? 4 years from now, അതായത് +4 അല്ല, ആഫ്റ്റർ 4 years പ്രാച്ചി വിൽ ബി എന്തായിട്ട് മാറും? 2.5 times ആവും. അതായത് എന്തായിരിക്കും? 2.5 എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? കാരണം ഡോട്ടറിനേക്കാൾ 2.5 മടങ്ങ് കൂടുതലായിരിക്കും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ട്രിക്ക് എലമെന്റ് വരുന്നത്. നമുക്കിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നമുക്കിപ്പോൾ ഇവിടെ 2 റേഷ്യോസ് തന്നു അല്ലേ? ഇപ്പോൾ 2 റേഷ്യോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഡബിൾ റേഷ്യോ മെത്തേഡായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ട്രിക്ക് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ 2.5 പറഞ്ഞു അല്ലേ? 2.5:1 എന്നുള്ള രീതി വന്നു. ഈ 2.5നെ നമുക്ക് എങ്ങനെയാക്കാം? നമുക്ക് 2.5നെ നമുക്ക് മറ്റൊരു രീതിയിലോട്ട് ആക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? 2.5നെ
5/2 എന്ന് പറഞ്ഞൂടെ? അല്ലേ? 5/2:1 എന്ന് വേണമെങ്കിലും പറയാം. ഇനി ഈ 2 മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 5/2 എന്തായിട്ട് മാറും? ഇല്ല 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? 5:2 ആയിട്ട് മാറും. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാം 5:2 ആയി. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ചോദ്യം വരും, സർ ഇതെങ്ങനെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ റേഷ്യോയുടെ ഫോം മാറ്റും? അതെങ്ങനെ ചെയ്യാൻ പറ്റും? കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2.5 ടൈംസ് ആസ് ഓൾഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പം ഇവിടെ എന്ത് ചെയ്തു? 2.5നെ നമ്മൾ 5:2 എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തു? നമ്മൾ മാറ്റി എന്ന് പറഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഇവിടെ നമുക്ക് ഇപ്പം ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ 1:2 എന്ന് ഞാൻ എടുത്തു. 1:2 അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഞാൻ കാരണം ആക്ച്വലി ഇവിടെ സ്പേസ് ഇല്ല, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് 1:2 എന്ന് പറയുന്നുണ്ട്. ഇതേ 1:2നെ നമുക്ക് എന്ത് പറയാം? 2:4 എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? 3:6 എന്ന് പറയാം. ഈ പറയുന്ന എല്ലാ സാധനം എന്ത് തന്നെയാണ്? 1:2 തന്നെയാണ്, അല്ലേ? കാരണം ഒന്നിനേക്കാൾ 2 കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് 2 പാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ 4 ഭാഗമുണ്ട്. സോ ഇതിൻ്റെ ഇരട്ടിയാണുള്ളതല്ലേ? 1:2 റേഷ്യോ ഫോമിലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്? നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം? ഇതിനെ 5:2 എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഇത് പറഞ്ഞത് ക്ലിയർ ആയാലോ നിങ്ങൾക്ക്? ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കിവിടെ എക്സ് ഇട്ടാൽ, അല്ലേ? ഈ എക്സ് ഇട്ടാൽ ഈ എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 വർഷം മുമ്പുള്ള അവരുടെ ഏജ് കണ്ടുപിടിക്കാൻ പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പ്രസന്റ് ഏജിലെ ഈ സമ്മം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫോർമുല എന്തായിരുന്നു? നമ്മൾ എന്താ പഠിച്ചത്? എക്സ് കണ്ടുപിടിക്കാനായിട്ട് എക്സ് ഈസ് ഈക്വൽ ടു ഇയർ ഡിഫറൻസ്, പറഞ്ഞോ? ഇയർ ഡിഫറൻസ് ഇൻറ്റു ബേസ് ഡിഫറൻസ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ്, അല്ലേ? ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ 2 റേഷ്യോ പ്രോബ്ലംസ് വരുമ്പം ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ച ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇയർ ഡിഫറൻസ് എന്തായിരിക്കും വരുന്നത്? ഇവിടുത്തെ ഇയർ ഡിഫറൻസ് അല്ലേ? ഇവിടുത്തെ ഇയർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 7 + 4 എന്തായിരിക്കും? 11 ആയിരിക്കും വരുന്നത്. ഇവിടുത്തെ ഇയർ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 ആണ്. ഇൻറ്റു ബേസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ബേസ് ഡിഫറൻസ് എന്താണ്? 3 ആണ്. ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവരുടെ, അല്ലേ? അതായത് 4 2s are നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. 1 5s are 5 തന്നെയാണ്. അപ്പം 8 - 5 എഗെയിൻ നമുക്ക് 3 എന്ന് പറഞ്ഞ് കിട്ടും, അല്ലേ? അപ്പം ഈ 3യും വെട്ടിപ്പോവും. ഇവിടെ എന്തായിരിക്കും വരുന്നത്? 11 ആയിരിക്കും വരുന്നത്, റൈറ്റ്? അപ്പം നമുക്കിവിടെ എക്സ് എന്ത് കിട്ടി? എക്സ് നമുക്ക് 11 ആണെന്ന് പറഞ്ഞ് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 വർഷത്തിന് മുമ്പ് അവരുടെ ഏജ് എന്തായിരിക്കും? അല്ലേ? 4 വർഷത്തിന് അവരുടെ മുമ്പ് എന്ന് പറയുന്നത് എന്താണ്? 4 ഇൻറ്റു, അല്ലേ? ഇൻറ്റു 11 ആണ്. അപ്പം 4 11s are 44 എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ എന്തായിരിക്കും കിട്ടുന്നത്? 1 11s are 11 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രാച്ചിക്ക് നമുക്ക് 7 വർഷത്തിന് മുമ്പ് പ്രാച്ചിയുടെ വയസ്സ് എന്ന് പറയുന്നത് എന്താണ്? 44ഉം ഡോട്ടറിന് 11ഉമാണ്. നമ്മളോട് ചോദിച്ചിരുന്ന ഫൈൻഡ് ദ സം ഓഫ് ദി പെർസെൻറ്റേജസ് ഇൻ ഇയേഴ്സ് ഓഫ് പ്രാച്ചി ആൻഡ് ഹെർ ഡോട്ടർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് ഏജ് ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? അതായത് 7 വർഷം മുമ്പ് 44 ആണെന്നുണ്ടെങ്കിൽ പ്രസൻറ്റിൽ എന്തായിരിക്കും വരുന്നത്? 44 + 7 51 വരും. അതുപോലെ തന്നെ ഡോട്ടറിന് എന്തായിരിക്കും വരുന്നത്? 11 + 7 എന്തായിരിക്കും? 18 ആയിരിക്കും, അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? 15 1 + 18 69, അല്ലേ? അതായത് ഓപ്ഷൻ എ ആയിരിക്കും, റൈറ്റ്? ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഓഫ് ദി പെർസെൻറ്റേജസ് ഓഫ് എ മാൻ ആൻഡ് ഹിസ് വൈഫ് ഈസ് 5:8. After 10 years, the ratio of the man and his wife will be 2:3. So what will be the ratio of their ages after 20 years? സെയിം
ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 2 റേഷ്യോസ് തന്നിട്ടുണ്ട്. 2 റേഷ്യോസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനിറ്റ്ലി ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ആ 2 റേഷ്യോ ട്രിക്കിൻ്റെ ആ ഒരു ഫോർമുലയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇപ്പോൾ ഇവിടെ മാൻ അല്ലെങ്കിൽ മാൻ ഓർ ഹസ്ബൻഡ് അല്ലേ, ആൻഡ് വൈഫ് ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം ഹസ്ബൻഡും വൈഫിൻ്റെയും ഏജ് റേഷ്യോ എത്രയാണ് അവരുടെ പ്രസൻറ്റിലെ? അല്ലേ, 5:8 ആണ് അല്ലേ? ആഫ്റ്റർ 10 ഇയേഴ്സ് എന്തായിട്ട് മാറും? 2:3 ആയിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം, എന്തറിയാം? നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് എക്സ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പോൾ എക്സ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ഇവരുടെ ആൻസർ കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇയർ ഡിഫറൻസ് ഇൻറ്റു ബേസ് ഡിഫറൻസ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ്. അപ്പോൾ ഇവരുടെ ഇയർ ഡിഫറൻസ് എന്താ വരുന്നത്? എന്തായിരിക്കും? 10 വരും. ഇൻറ്റു ബേസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1 വരും. ഡിവൈഡഡ് ബൈ എന്താണ്? ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ്. ഇവിടെ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ് എന്താണ്? 5 3s are 15 വരും അല്ലേ? 8 2s are 16 വരും. അപ്പോൾ 15 - 8 16 1 വരും അല്ലേ? അപ്പം എഗെയിൻ എന്ത് ചെയ്യും? ഇത് രണ്ടും കട്ടായിട്ട് പോകും. അപ്പം പ്രസൻറ്റിൽ അവരുടെ ഏജ് എന്തായിരിക്കും വരുന്നത്? രണ്ടുപേരുടെയും ഹസ്ബൻഡിൻ്റെ ഏജ് എന്ന് പറയുന്നത് 50 വരും. വൈഫിൻ്റെ എന്ത് വരും? 80 വരും അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 20 ഇയേഴ്സ് ആണ്. അപ്പോൾ ആഫ്റ്റർ 20 ഇയേഴ്സ് ആകുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഹസ്ബൻഡിന് 70 വരും. വൈഫിന് എന്തായിരിക്കും വരുന്നത്? 100 വരും അല്ലേ? അപ്പോൾ എന്താ റേഷ്യോ എന്തായിരിക്കും വരുന്നത്? 7:10. അതായത് ഓപ്ഷൻ ഡി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 20-year-old Manish is 5 times as old as his brother Greece. Okay, fine. How old will Manish be when he is 3 times as old as Greece? അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ സപ്പോസ് 20 years old മനീഷ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അതായത് മനീഷിന് 20 years ആണെന്ന് വിചാരിച്ചോളൂ, 20 വയസ്സാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഗ്രീസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മനീഷ് ഈസ് 5 times as old as his brother ഗ്രീസ്. അതായത് ഗ്രീസിനേക്കാൾ ഈ 20 എന്ന് പറയുന്നത് എന്താണ്? ഗ്രീസിനേക്കാൾ എത്ര കൂടുതലാണ്? 5 times കൂടുതലാണ് അല്ലേ? അതായത് ഗ്രീസിൻ്റെ വയസ്സ് എന്താണോ അതിൻ്റെ 5 മടങ്ങ് കൂടുതലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 20യുടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത്? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രീസിൻ്റെ വയസ്സ് എന്താണ് വരുന്നത്? 4 ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ ഓൾഡ് വിൽ മനീഷ് ബി വെൻ ഹീ ഈസ് 3 times as old as ഗ്രീസ്. അതായത് ക്വസ്റ്റ്യൻ വന്ന് ഒരു കാലഘട്ടത്തിൽ മനീഷ് ഗ്രീസിനേക്കാൾ 3 times ഉണ്ടായിരുന്നു കാണുമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായത് ഏതോ ഒരു കാലഘട്ടത്തിൽ എന്താണ് മനീഷ് എന്ന് പറയുന്നത് ഗ്രീസിനേക്കാൾ 3 മടങ്ങ് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് മനീഷിൻ്റെ ഏജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം മനീഷ് എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിച്ചോളൂ. ഗ്രീസ് എന്തായിരിക്കും? ഗ്രീസിനേക്കാൾ 3 മടങ്ങ് കൂടുതലായിരിക്കും അല്ലേ മനീഷിൻ്റെ ഏജ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് എടുത്തെഴുതി നോക്കുകയാണെങ്കിൽ ഇപ്പം മനീഷ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഗ്രീസ് ഉണ്ട്. അപ്പം മനീഷിന് 20 ആണെങ്കിൽ കാരണം ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ല നമുക്ക് ഇപ്പം ചെക്ക് ചെയ്യാൻ പറ്റും. എന്താണ്? ഇപ്പം മനീഷിന് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ മനീഷിൻ്റെ വയസ്സ് 20 ആണ്, ഗ്രീസിൻ്റെ വയസ്സ് 4 ആണെന്ന് വിചാരിച്ചോളൂ. ഇവരുടെ ഏജ് ഡിഫറൻസ് എത്രയാണ്? 16 ആണ്. ഞാൻ നിങ്ങളടുത്ത് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. റേഷ്യോ വേണമെങ്കിൽ എന്ത് ചെയ്യാം? മാറാം. പക്ഷെ അവരുടെ എന്ത് മാറില്ല? ഏജ് ഡിഫറൻസ് മാറില്ല. ഏജ് ഡിഫറൻസ് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അതായത് അവരിനി എത്ര വർഷം എടുത്താലും അവരുടെ വയസ്സിൻ്റെ വ്യത്യാസം എന്ത് തന്നെയായിരിക്കും? 16 തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇവിടെ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് ഹൗ ഓൾഡ് വിൽ മനീഷ് ബി വെൻ ഹീസ് 3 times as old as ഗ്രീസ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ആരുടെ വയസ്സാണ്? മനീഷിൻ്റെ വയസ്സാണ്. ഇപ്പോൾ സപ്പോസ്
ഇത് A30 ആണെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. A30 ആണ്. ലെറ്റ്സ് 30 ആണെങ്കിൽ ഗ്രീസിന്റെ വയസ്സ് എത്രയായിരിക്കും? കാരണം ഗ്രീസിനേക്കാൾ 3 മടങ്ങ് കൂടുതലാവണം. 3 മടങ്ങ് കൂടുതലാവണം എന്ന് പറഞ്ഞാൽ ഇവിടെ മനീഷിന് 30 ആണെങ്കിൽ ഗ്രീസ് എന്തായിരിക്കണം? 10 ആയിരിക്കണം. അല്ലേ? 10 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഏജ് ഡിഫറൻസ് എത്രയാണ് ഇവിടെ? ഇവിടെ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പം ഡെഫിനറ്റ്ലി എന്തല്ല? A അല്ല എന്ന് മനസ്സിലായി. ഇനി 32 ആയിരിക്കോ? കാരണം 32 എന്ന് പറയുമ്പോൾ ഏത് നമ്പറിന്റെ 3 മടങ്ങാണ് 32? ഏതെങ്കിലും നമ്പറിന്റെ 3 ടൈംസ് ആണോ? അല്ല. അപ്പം എന്ത് ചെയ്യാം? ഇതും കട്ട് ചെയ്ത് കളയാം. ഇനി അടുത്തത് വരുന്ന ഏതാണ്? 24 വരുന്നുണ്ട്. 24 എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ 24 ആണെങ്കിൽ ഏത് നമ്പറിന്റെ 3 ടൈംസ് ആണ് 24 എന്ന് പറയുന്നത്? 8 അല്ലെ? 8 3s ആണ് 24. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇവിടെ അല്ലെ മനീഷിന് 24 ആണെങ്കിൽ ഗ്രീസിന് 8 ആയിരിക്കും. ഇനി ഇവരുടെ ഡിഫറൻസ് എന്താ വരുന്നത്? 16 വരുന്നുണ്ട്. സോ 16 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ഓപ്ഷൻ സി ആയിരിക്കും. നിങ്ങൾ അടുത്തത് നോക്കാനായിട്ട് നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്ഷൻസ് നമ്മൾ നോക്കും. കാരണം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷൻസ് ആർ അവർ ഫ്രണ്ട്സ്. കാരണം നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് എത്ര പേരുണ്ട്? നമുക്ക് 4 പേരുണ്ട്. ഈ 4 പേരുടെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻസും കൂടി നിങ്ങൾ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. റൈറ്റ് അല്ലേ? നമുക്ക് ഓപ്ഷൻസിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത് After 15 years, a man will be just 4 times as old as he was 15 years ago. So what is his present age? അതായത് ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ശരിക്കും ഒരു ഇക്വേഷൻ മെത്തേഡായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും എളുപ്പം. നമ്മൾ വെറുതെ നമ്മുടെ കോൺസെപ്റ്റൊക്കെ ആലോചിച്ച് നമ്മൾ പണ്ടാരടങ്ങുന്നതിനേക്കാൾ നല്ലത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യും. ആ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും പറ്റും. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ 15 ഇയേഴ്സ് എ മാൻ വിൽ ബി ജസ്റ്റ് 4 ടൈംസ് ആസ് ഓൾഡ് ആസ് ഹി വാസ് 15 ഇയേഴ്സ് അഗോ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു മാൻ ആണെങ്കിൽ എന്താണ്? ആഫ്റ്റർ 15 ഇയേഴ്സ് മാൻ എന്തായിട്ട് മാറും? വിൽ ബി ജസ്റ്റ് 4 ടൈംസ് അസ് അല്ലേ? അതായത് 4 മടങ്ങായിട്ട് മാറും. എപ്പോൾ? 15 വർഷത്തിന് മുമ്പ് എന്താ? അപ്പോൾ എന്തായിരിക്കും വരുന്നത്? മാൻ പ്ലസ് 15 ഇയേഴ്സ് എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു 4 ടൈംസ് എന്ന് പറയുന്നുണ്ട്. 4 ടൈംസ് ഏതാണ്? 4 ടൈംസ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു നമ്പറിന്റെ 4 ടൈംസ് ആണ്. അപ്പം 4x വരും ഡെഫിനറ്റ്ലി. ആസ് ഓൾഡ് ആസ് ഹി വാസ് 15 ഇയേഴ്സ് എഗോ. 15 വർഷത്തിന് മുമ്പ്. അപ്പോൾ എന്തായിരിക്കും? 15 വർഷത്തിന് മുമ്പാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ഇതെന്ന് പറയുന്നത് ആഫ്റ്റർ 15 ഇയേഴ്സ് ആണ്. ഇൻറ്റു അല്ലേ 15 വർഷത്തിന് പുറകോട്ട് പോകുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷനെ നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. അപ്പം എന്തായിരിക്കും വരുന്നത്? m + 15 is equal to 4 അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4m മൈനസ് 60 എന്ന് പറഞ്ഞു വരും. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഇനി 60 ഇപ്പുറത്ത് വരെയും എം അപ്പുറത്ത് പോവുകയാണെങ്കിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? അല്ലേ 75 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 3m എന്ന് പറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ m ഇസ് ഈക്വൽ ടു എന്താണ്? m ഇസ് ഈക്വൽ ടു 75/3 എന്ന് പറയുന്നത് എന്താണ്? അല്ലേ 25 ആയിരിക്കും. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പ്രസൻറ്റേജ് അപ്പോൾ എന്തായിരിക്കും വരുന്നത്? സോ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് 25 ആയിരിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? വീട്ടിൽ പോകാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു ഇക്വേഷൻ മെത്തേഡാണ്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ടൈപ്പിൽ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇതുപോലെ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ സ്പെഷ്യലി നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആവും. റൈറ്റ്? അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? 9th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 9th ക്വസ്റ്റ്യൻ Amita's father was 38 years old when she was born, while her mother was 36 years old when her brother was born, who was 4 years younger than her. So what is the difference between the ages of his parents? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ശരിക്കും? അല്ലേ? അമിതാസ് ഫാദർ വാസ് 38 ഇയേഴ്സ് ഓൾഡ് എന്താണ്? വെൻ ഷീ വാസ് ബോൺ മീൻസ് എന്താണ്? അമിത ജനിക്കുമ്പോൾ അമിതയുടെ അച്ഛന് 38 വയസ്സായിരുന്നു.
വിച്ച് ഇവർക്ക് എന്താണ് ഇടയിലുള്ള ഏജ് ഗ്യാപ്പ് എത്രയായിരിക്കും? ഇമാജിൻ ചെയ്ത് നോക്കുക, ആലോചിച്ച് നോക്കുക നിങ്ങൾ. അതായത് അമിത ജനിക്കുമ്പോൾ അമിതയുടെ അച്ഛൻ എന്തായിരുന്നു? അമിതയുടെ അച്ഛന് 38 വയസ്സായിരുന്നു അല്ലേ? അപ്പോൾ ഇവരുടെ ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? 38 തന്നെയാണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അല്ലേ? അമിത ജനിക്കുമ്പോൾ അമിതയുടെ അച്ഛന് 38 വയസ്സാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 38 തന്നെയാണ്. അതിന് എത്ര വർഷം കഴിഞ്ഞാലും അവർക്കിടയിലുള്ള ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 38 തന്നെയാണ്. ഇത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ അതിനാണെങ്കിൽ നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം അല്ലേ? ഫാദറിൻ്റെയും അമിതയുടെയും ഏജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 38 ആണ്. ഇത് റൈറ്റ്? ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിനാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ പറയാം. ഇനി രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? While her mother was 36 years old when her brother was born. അപ്പം അമ്മയുടെയും ബ്രദറിൻ്റെയും ഏജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 36 തന്നെയാണ്. കാരണം ബ്രദർ ജനിക്കുന്ന സമയത്ത് അമ്മയുടെ വയസ്സ് എത്രയായിരുന്നു? 36 ആയിരുന്നു. റൈറ്റ്? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഏജസ് ഓഫ് ഹിസ് പാരൻസ്? അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് അറിയേണ്ടത്, ഇതിൽ അടുത്തൊരു ചോദ്യം എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ? ഓക്കെ. വെൻ ഹെർ ബ്രദർ വാസ് ബോൺ ഹൂ വാസ് 4 years യങ്ങർ ദാൻ ഹെർ. അങ്ങനെ വരുമ്പോൾ ഈ ഹൂ എന്ന് പറയുന്നത് ആരാണ്? ഹൂ എന്ന് പറയുന്നത് ബ്രദർ തന്നെയാണ് അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമിതയും ബ്രദറും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എത്രയാണ്? 4 years ആണ്. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് 4 years യങ്ങർ ദാൻ ഹെർ ആണ് അല്ലേ? അവളേക്കാൾ 4 വയസ്സ് കുറവാണ്. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഇനി നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ, ഇപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഒരു ഇക്വേഷനായിട്ട് എടുക്കാം, ഇതൊരു ഇക്വേഷനായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. റൈറ്റ്? അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് വെച്ചിട്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് വേറൊരു ഷോർട്ട് കട്ടും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ആ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്ത് നോക്കണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? ഈ ഷോർട്ട് കട്ട് നോക്കാവൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ ഷോർട്ട് കട്ട് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? അമിതാസ് ഫാദർ വാസ് 38 years old വെൻ ഷീ വാസ് ബോൺ. അതായത് ഒരു ഫാദർ ഉണ്ടാവും, അമിത ഉണ്ടാവും. അപ്പോൾ അമിതയ്ക്ക് 0 വയസ്സാണെങ്കിൽ 0 വയസ്സ്, അതിന് അമിത ജനിക്കുമ്പോഴേ അച്ഛൻ എന്താ വയസ്സ്? അച്ഛന് 38 വയസ്സാണ്. ഇത് നമുക്കറിയാം ആണല്ലോ. ഇനി അടുത്തതിൽ പറഞ്ഞ വൈൽ ഹെർ മദർ വാസ് 36 years old വെൻ ഹെർ ബ്രദർ വാസ് ബോൺ. അപ്പോൾ അതായത് ഇവിടെ അമ്മയാണെന്ന് വിചാരിച്ചോ. അമ്മയ്ക്ക് 36 വയസ്സായിരുന്നു. എപ്പോൾ? ബ്രദർ ജനിക്കുമ്പോൾ. അപ്പം ബ്രദറിന് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇതേ ഒരു രീതി നമ്മൾ ശരിക്കും പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മളിതെല്ലാം കോൺസെപ്റ്റൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അറിയാവുന്ന ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് അമിത ജനിക്കുമ്പോൾ അച്ഛന് 38 വയസ്സ് അല്ലേ? ബ്രദർ ജനിക്കുമ്പോൾ അമ്മയ്ക്ക് 36 വയസ്സ്. ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. വെൻ ഹെർ ബ്രദർ വാസ് ബോൺ ഹൂ വാസ് 4 years യങ്ങർ ദാൻ ഹെർ. അതായത് അമിതയേക്കാൾ 4 വയസ്സ് കുറവാണെന്ന് പറയുന്നുണ്ട്. 4 വയസ്സ് കുറവാണെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം. 4 വയസ്സ് കുറവാണെന്ന് പറയുമ്പോൾ എന്തായി? അമിത ജനിച്ച് 4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആര് ജനിക്കുന്നത്? ബ്രദർ ജനിക്കുന്നത് ആണല്ലോ. അതായത് അമിത ജനിക്കുമ്പോൾ അച്ഛന് 38 വയസ്സാണെങ്കിൽ ബ്രദർ ജനിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വയസ്സ് എത്രയായിരിക്കും? +4 ആയിരിക്കും. അതായത് 42 വയസ്സ് വരും. ഇത് ക്ലിയർ ആയോ? ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് ഹിസ് പാരൻസ്? അവർ തമ്മിലുള്ള വയസ്സ് ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ബ്രദർ ജനിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് 36 വയസ്സും അച്ഛന് 42 വയസ്സാണെങ്കിൽ ഇവരുടെ ഏജ് ഡിഫറൻസ് എന്തായിരിക്കും? 6 ആയിരിക്കും. അതിന് എത്ര വർഷം കഴിഞ്ഞാലും ഏജ് ഡിഫറൻസ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 10 എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ നിങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 10 അല്ലേ? ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് രാഹുൽ ആൻഡ് ഹിസ് വൈഫ് ആഫ്റ്റർ 7 years ഫ്രം നൗ വിൽ ബി 7:6. ഓക്കെ. ഇഫ് ഹിസ് വൈഫ് വാസ് ബോൺ 23 years ago, ഫൈൻഡ് ദ ഏജ് ഓഫ് രാഹുൽ ആഫ്റ്റർ 2 years.
ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഹിസ് വൈഫ് വാസ് ബോൺ 23 ഇയേഴ്സ് എഗോ. 23 വർഷത്തിന് മുമ്പ് ജനിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോഴത്തെ വയസ്സ് എന്തായിരിക്കും? 23 ആയിരിക്കും. അതായത് വൈഫിൻ്റെ പ്രസൻറ്റ് ഏജ് എന്താണ്? പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് 23 ആണ്. അല്ലേ? അപ്പോൾ ഇനി പറഞ്ഞിരിക്കുന്നതാണ് ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് രാഹുൽ ആൻഡ് ഹിസ് വൈഫ് ആഫ്റ്റർ 7 ഇയേഴ്സ്. അപ്പോൾ 7 വർഷത്തിന് മുമ്പ്. അപ്പോൾ 7 വർഷത്തിന് മുമ്പിലെ നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. എന്താണ്? 7:6 ആണെന്നുള്ള അവരുടെ ഏജ് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് നോക്കാം? അപ്പോൾ 7 വർഷത്തിന് മുമ്പ് വൈഫിൻ്റെ വയസ്സ് എന്തായിരിക്കും? അത് പ്രസൻറ്റിൽ 23 ആണ്. വൈഫിന് 7 വർഷത്തിന് അല്ല ആഫ്റ്റർ 7 ഇയേഴ്സ് ആകുമ്പോൾ 23 + 7 അത് എന്തായിട്ട് മാറും? അല്ലേ? 30 ആയിട്ട് മാറും. ആണല്ലോ. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം രാഹുൽ ആൻഡ് ഹിസ് വൈഫ് ആഫ്റ്റർ 7 ഇയേഴ്സ്. അതായത് ഇവിടെ രാഹുലും ഉണ്ട് വൈഫും ഉണ്ട്. ആഫ്റ്റർ 7 ഇയേഴ്സ് അവരുടെ ഏജിൻ്റെ റേഷ്യോ എന്ത് പറയുന്നുണ്ട്? 7:6 ആണെന്ന് പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. വൈഫിന് 30 വയസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 6 ആണ്. 6ൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് 30 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുന്നത്. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 30 കിട്ടുന്നത്? 6 5s are 30 അല്ലേ? 6 5s ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് 30 കിട്ടുന്നത്. അപ്പം 7 5s are എന്തായിരിക്കും വരുന്നത്? 35 വരും. ഇനി നമ്മളോട് ചോദിച്ചതാണ് ഫൈൻഡ് ദ ഏജ് ഓഫ് രാഹുൽ ആഫ്റ്റർ 2 ഇയേഴ്സ്. ഇപ്പം 35 വയസ്സാണെങ്കിൽ എന്തായിരിക്കും? ആഫ്റ്റർ 2 ഇയേഴ്സ് എന്തായിരിക്കും വരുന്നത്? 35 + 2. അപ്പോൾ എന്ത് വരും ആൻസേഴ്സ്? കാരണം ആലോചിച്ച് നോക്കണം. 37 എന്ന് പറഞ്ഞ് കളയരുത്. കാരണം എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഏജ് എന്ന് പറയുന്നത് എന്താണ്? സോറി, ഇത് ബിഫോർ ആണ് കേട്ടോ. ആഫ്റ്റർ 7 ഇയേഴ്സ് ആണ്. കണ്ടുപിടിച്ച വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 7 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. 7 വർഷം കഴിഞ്ഞിട്ടുള്ളതിൽ അവരുടെ വയസ്സ് എന്ന് പറയുന്നത് എന്താണ്? 35 ആണ്. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? എന്തായിരിക്കും ആഫ്റ്റർ 2 ഇയേഴ്സ്? ട്രിക്ക് എലമെന്റ് ഇവിടെയാണ് വരുന്നത്. എന്തായിരിക്കും? നമുക്ക് 5 വർഷം കുറച്ചാൽ മതി. കാരണം എന്താണ്? നമ്മളിവിടെ +7 കണ്ടുപിടിച്ചു അല്ലേ? നമുക്കറിയാം 7 വർഷത്തിന് മുമ്പ് രാഹുലിൻ്റെ വയസ്സ് എന്തായിരുന്നു? രാഹുലിൻ്റെ വയസ്സ് അല്ല 7 വർഷം അല്ല ആഫ്റ്റർ 7 ഇയേഴ്സ് ആകുമ്പോൾ 7 5s are 35 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചാൽ 2 വർഷത്തിന് മുമ്പാണ്. നമ്മൾ ഓൾറെഡി ഒരു 7 വർഷം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഒരു 5 വർഷം കുറച്ചാൽ മതി. അപ്പോൾ എന്തായിരിക്കും വയസ്സ് വരുന്നത്? നമുക്ക് വരുന്ന വയസ്സ് എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഇത് പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? യെസ്. സോ ഇത്തരത്തിലും കൂടെ ചിന്തിക്കണം. അതായത് നിങ്ങൾ വെറുതെ ഇനി 7 വർഷം വരെ കൂട്ടി പിന്നെ 7 കുറച്ച് പിന്നെ അതിൽ നിന്ന് 2 കൂട്ടി അത് വേണ്ട. കാരണം എന്താണ്? നിങ്ങൾ ഓൾറെഡി ഇവിടെ +5 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് +2 ആണ്. അതായത് ഫ്രം പ്രസൻറ്റിൽ നിന്നല്ലേ? നിങ്ങൾ പ്രസൻറ്റിൽ നിന്ന് ഓൾറെഡി +7 കണ്ടുപിടിച്ചു. ഇനി +2 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു -5 ചെയ്താൽ മതി. ഒരു 5 വർഷം അങ്ങ് കുറച്ചാൽ മതി. പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? യെസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം ഏജസിലെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിലോ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് എല്ലാം ഞാൻ കമ്പൈൽ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു വീഡിയോ സീരീസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. റൈറ്റ്? അപ്പം താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.